അവിടെ നിന്ന് നേരെ പോയത് നമ്മൾ രാമക്കൽ മേടെന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. രാമക്കൽ മേടിൽ ചെന്ന് ഇറങ്ങിയ പാടെ തന്നെ നമ്മൾ ജീപ്പിലോട്ട് കയറിയിട്ടുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് ട്രക്കിങ്ങിനായിട്ട് നമ്മൾ ഇതിൽ കയറി കേട്ടോ. ജീപ്പിൽ അടിപൊളിയായിരുന്നു. സംസാരിച്ചും പറഞ്ഞുമൊക്കെ സെറ്റായിരുന്നു കേട്ടോ. കുലുങ്ങി 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 ആ ഒരു എന്താണ് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുമ്പോൾ അതനുസരിച്ചുള്ള ചിരിയും ബഹളവും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പാറ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ. ഈ പ്രകൃതിയുടെ വികൃതികൾ തീരുന്നില്ല എന്നോണം എനിക്ക് പറയാൻ. അമ്മാതിരി ഒരു സന്തോഷം. കാരണം നമ്മൾ നേരത്തെയൊക്കെ മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ വക സ്ഥലങ്ങളിലൊന്നും തന്നെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഒന്നോ രണ്ടോ ആ മൂന്നാറിനടുത്തുള്ള ഒന്നോ രണ്ടോ സ്ഥലത്തല്ലാതെ ഇടുക്കിയിൽ കാണാനായിട്ട് അതിലും വലിയ അതിമനോഹരമായ കാഴ്ചകൾ അവിടെ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ പരിസരത്ത്. പക്ഷെ നമ്മൾ തേടി പിടിച്ച് കണ്ടുപിടിച്ച് പോകണം എന്നുള്ളതേ ഉള്ളൂ. ഷൂ ഒരുപാട് പേര് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാണ് കേട്ടോ താഴോട്ട് ഇറങ്ങിയ. കാരണം ഒരു നമുക്ക് ആദ്യമൊക്കെ കാണുന്നവർക്ക് ചിലവർക്കൊക്കെ ഒരു പേടി കണക്കും. കാരണം പാറക്കല്ലും കല്ലും മൊത്തവും അതാണ്, കല്ലും കട്ടയൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വീഴുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞ് ധൈര്യമായിട്ട് ഇറങ്ങി, കുഴപ്പമൊന്നുമില്ല. ഷൂ ചില സമയത്ത് സ്ലിപ്പാവുന്നുണ്ടോ എന്ന് ഞാൻ നന്നേ പേടിച്ചാണ് ഞാനവിടെ ഇറങ്ങിയിരുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ ആ ഡ്രൈവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഇറങ്ങി പോകാൻ പറ്റും, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, നല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ എന്തായാലും അപ്പോൾ എൻ്റെ നാത്തൂൻ പറയുന്നത് നിങ്ങൾ കയറണ്ട, അതിനകത്തോട്ട് ഒരു പാറ പോലെയാണ്, നിങ്ങൾ കയറണ്ട എന്നൊക്കെ നാത്തൂൻ പറയുകയാണ് കേട്ടോ. സംഭവം അവൾക്ക് ഭയങ്കര പേടി. അതുകൊണ്ട്
അപ്പം നമ്മളിതിനകത്തോട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അപ്പുറത്തെ വശത്ത് എത്തിയിട്ടുണ്ട്. എനിക്കിതൊക്കെ ഭയങ്കര ആദ്യം ഒരു ടെൻഷനായിരുന്നു, പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മൂത്ത നാത്തൂൻ പറയുന്നുണ്ട് നമ്മൾ കയറണ്ടാന്ന്. എനിക്ക് ബ്രീത്തിങ് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടായിയുടെ അടുത്തും പറയുന്നത് നിനക്ക് വണ്ണം ഉള്ളതുകൊണ്ട് നീ കയറണ്ട, വലിയ വണ്ണമില്ല എങ്കിലും കയറണ്ടെന്നൊക്കെ പറയുന്നു. അവൾക്ക് ഭയങ്കര പേടി കേട്ടോ, അവൾ കയറിയില്ലായിരുന്നു. പക്ഷേ ലക്ഷ്മി എല്ലാവരും ഉഷാറോടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ചിട്ട് കയറാമെന്ന്. അങ്ങനെ നമ്മളും കയറി. പക്ഷേ ഞാനും ചേട്ടായും കയറിപ്പോണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ ലക്ഷ്മി ഇറങ്ങുന്നൊരു വീഡിയോ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്, ഒരാൾ ഇറങ്ങുന്നത്. അതാണ് കേട്ടോ അതിൻ്റെ എൻഡ്. നമ്മളെല്ലാവരും നിരങ്ങി ഈ പാറക്കിടയിലൂടെ അവിടെ എത്തും. അതാണ് പൂർണ്ണ സ്ഥിതി. ഇതാണ് വിശേഷം. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലിടാം. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ഇടാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ, സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.